തന്ത്രി കണ്ഠര് രാജീവര് അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടില്ല. ഇത് ഞങ്ങൾ മീഡിയ ഗ്രാമം പറഞ്ഞതല്ല, ജാമ്യം നൽകുമ്പോൾ കോടതി തന്നെ പറഞ്ഞതാണ്. ആ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം 41 ദിവസം ജയിലിൽ കിടന്നത് എന്തിനാണ്? അതിനെല്ലാം അപ്പുറത്ത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾ, അയ്യപ്പനോളമല്ലെങ്കിലും അതിന് തൊട്ടു താഴെയായി ആരാധിക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഈ തന്ത്രിയെ ഇത്രയുമധികം വേട്ടയാടിയതും തേജോവധം ചെയ്ത് കരിവാരിത്തേച്ചതും എന്തിനാണ്? അതിനുള്ള മറുപടി കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ ഉറപ്പായിരിക്കുന്നു. തന്ത്രി സ്വർണം കട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വർണം കട്ടവരെ മുഴുവൻ അദ്ദേഹത്തിനറിയാം. അത് അറസ്റ്റിലാകുന്ന ദിവസം തന്നെ തന്ത്രി സൂചന നൽകിയതാണ്. തന്നെ കുടുക്കിയതാണെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി അറിയാവുന്ന വ്യക്തി തന്ത്രി മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇടപെടേണ്ടാത്ത കേസിൽ അദ്ദേഹം ഇടപെടില്ല എങ്കിലും കള്ളന്മാരെ മുഴുവൻ നന്നായി തന്ത്രിക്കറിയാൻ കഴിയും. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറും കമ്മീഷണറായിരുന്ന എൻ വാസുവും ചേർന്ന് സ്വർണ്ണമോഷണത്തിന് പദ്ധതിയിട്ടത് തന്നെ വളരെ ആസൂത്രപരമായിട്ടായിരുന്നു. മന്ത്രിയുടെ ടീമിനെയും തന്ത്രിയുടെ ടീമിനെയും ഒന്നിപ്പിച്ചാൽ മാത്രമേ ഈ മോഷണവും തട്ടിപ്പും ശബരിമലയിൽ നടക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കി. അതിനായി അവർ കണ്ടെത്തിയതാണ് കുറേ കാലം കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പക്ഷേ പോറ്റിക്കും തന്ത്രി കണ്ഠര് രാജീവരെ ഇതിൽ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് മന്ത്രിയുടെ സംഘം നന്നായി മോഷ്ടിച്ചു. തന്ത്രി വിശ്വസിച്ചതുപോലെ അവസാനം ശബരിമല ശ്രീ അയ്യപ്പൻ എല്ലാം പിടിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, ദൈവതുല്യൻ വരെ ഈ കേസിലുണ്ടെന്ന് പത്മകുമാർ എന്ന CPM നേതാവ് പറഞ്ഞ കാര്യം. അത് മുകളിലുള്ള മന്ത്രിമാരെ കുറിച്ചായിരുന്നു പത്മകുമാർ പറഞ്ഞതെങ്കിലും അത് തന്ത്രിയാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം SITയെ കൂട്ടുപിടിച്ച് സഖാക്കൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. സത്യം കോടതിക്ക് തന്നെ തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്തുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ തന്ത്രി പുറത്തുവിടാൻ പോകുന്നത് ചെറിയ സത്യങ്ങളല്ല. അതിനൊപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയ കള്ളൻ എന്നറിയപ്പെടുന്ന CPM നേതാവ് മുൻ MLA കൂടിയായ പത്മകുമാറിനെയും CPM നന്നായി ഉപദ്രവിച്ചു എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. അദ്ദേഹവും തന്ത്രിക്കൊപ്പം ചേർന്ന് ചില വിവരങ്ങൾ നൽകി അത് പുറത്തുവിടുമെന്നാണ് അറിയുന്നത്. അതിന് പത്മകുമാർ പുറത്തു വരണം. നമുക്കറിയാം, ഇന്നലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ ഈ പത്മകുമാറിന് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയത്. ഇനി ദ്വാരപാലക ശില്പ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടെ ആ പത്മകുമാർ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങും. 2025 നവംബർ 20-നാണ് പത്മകുമാർ അറസ്റ്റിലായത് എന്നിരിക്കെ 90 ദിവസം കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ സ്വാഭാവികമായും ജാമ്യം കിട്ടി പത്മകുമാർ പുറത്തു വരും. അതോടെ മന്ത്രിയടക്കമുള്ളവരുടെ പങ്ക് വ്യക്തമായി അറിയാവുന്ന തന്ത്രിയും പത്മകുമാറും നിർണായക വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് വ്യക്തമാകുന്നത്. തെളിവുകൾ നൽകി എന്നുള്ളത് കൊണ്ട് പത്മകുമാർ കള്ളനല്ലാതാകുന്നില്ല. എങ്കിലും തന്നെ വലിയ കള്ളനാക്കിയിട്ട് യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും കസേരയിൽ ഞെളിഞ്ഞിരിക്കണ്ട എന്നൊരു ചിന്ത അത് പത്മകുമാറിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് തന്ത്രിയുടെ മനസ്സിലും പകയായി നിൽക്കുന്നത്. അത് രണ്ടുപേരും പറയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. ശബരിമലയിൽ സ്ത്രീകളെ മുഴുവൻ കയറ്റാൻ പിണറായി വിജയൻ പദ്ധതിയിട്ടപ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചതാണ് തന്ത്രിയോട് CPM നേതൃത്വത്തിനുള്ള ദേഷ്യം. നിത്യബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് യുവതികൾ കയറുന്നത് നിഷേധ്യമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് അതിന് വിരുദ്ധമായി വിശ്വാസം തകർക്കാൻ വിശ്വാസികൾ ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം തന്ത്രിയുടെ നിലപാടായിരുന്നു ശരി. പക്ഷേ അത് CPMന് പകയായി മാറിയിട്ടുണ്ട്. അവർ തന്ത്രിയെ അവസരം കിട്ടിയപ്പോൾ കള്ളനാക്കി കുടുക്കി. എന്നാൽ അതെല്ലാം കുറച്ചു ദിവസങ്ങൾ മാത്രമായിരുന്നു. സ്വർണം മോഷ്ടിച്ച യഥാർത്ഥ കള്ളന്മാർ കുടുങ്ങാൻ പോവുകയാണ്. ഏതായാലും കുറ്റപത്രം സമർപ്പിക്കുമെന്ന് SIT പറഞ്ഞിരിക്കുന്നു. മാർച്ച് 31-ന് മുന്നിൽ തന്നെ ആ കേസിൽ മന്ത്രിയും പ്രതിയാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.